ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം ഞാൻ എട്ടുപാട്ടെല്ലാം പൂട്ടിയെടുത്ത് ഞാൻ പോവുകയാണ്. എനിക്കിവിടെ മതിയായി, എനിക്ക് നിൽക്കണ്ട. ഞാൻ പോയേക്കോ ജില്ല വിട്ട് അതിർത്തി വിട്ട് ഞാൻ സ്ഥലം കാര്യമൊക്കെ ഗൈസ്. ഐ മീൻ കുറച്ച് ക്ലാസ് ഉണ്ട് ഗൈസ്, അത് കോഴിക്കോട്. അതിർത്തിയായിട്ട് പോവാണെന്ന് പറയാനൊക്കെ എന്താ സുഖം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ കണ്ണിന്ന് വീണ് കുടുകുടാന്നുള്ള വെള്ളത്തിന്റെ കണക്കെടുത്ത് കഴിഞ്ഞാലുണ്ടല്ലോ ആ സങ്കടം മനസ്സിലാവുള്ളൂ ഗൈസ്. അത്രയ്ക്കും ദയനീയമായിരുന്നു എന്റെ അവസ്ഥ. വീട്ടിൽ നിന്ന് പുറത്തു പോവാത്ത ഞാന് ജെല്ല് വിട്ട് അതിർത്തി വിട്ട് വീട്ടിൽ നിന്ന് തന്നെ പോകുന്നവരെ നിങ്ങളൊന്ന് ആലോചിക്കുക. എന്താ ഇപ്പൊ കഥ. ഞാൻ അങ്ങനെ പോയിട്ടുള്ള ഗൈസ്, അങ്ങനെ വീട് വിട്ട് അങ്ങനെ മാറി നിന്നിട്ടുള്ള ആദ്യമായിട്ടാണ് ഇങ്ങനെ ലോങ് ടൈം നമ്മളങ്ങനെ മാറി നിൽക്കുന്നത്. 1.5 മാസം ഞാൻ കോഴിക്കോടുണ്ട്. നമ്മൾ ഒറ്റയ്ക്കായി ഗൈസ്. അവിടെ വേറെ ആൾക്കാരൊക്കെ ഉണ്ട്. ഇപ്പൊ റൂംമേറ്റ്സ് എൻ്റെ അടുക്ക ചോദിച്ചു സന്ധ്യയായപ്പം കടലിൽ വരണുണ്ടോ. ഓക്കെ, ഞാൻ അപ്പാടെ ഞാൻ ചാടി പുറപ്പെട്ടു. എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളങ്ങനെ കടലൊന്നും കാണാതെ പട്ടിക്കാട്ടി മൂലയ്ക്ക് കുന്നിന്റെ മണ്ടേ കിടക്കണതുകൊണ്ട് കടലൊക്കെ കാണുമ്പോൾ ഞാൻ ഓടിച്ചില്ല. കാരണം ദിസ് ഈസ് മൈ ഫേവറേറ്റ്. കാരണം നമ്മള് കടലൊന്നും അങ്ങനെ കണ്ടിട്ടില്ല അധികം. നമ്മൾ ചാടിപ്പുറപ്പെട്ട് കഴിച്ച് അപ്പാടെ ഇറങ്ങി തിരിച്ചു. അങ്ങനെ കടലിലെത്തി. മൊത്തത്തിൽ നിരപ്പ പ്രദേശം, എവിടെ തുറന്നാലും കപ്പിൾസ്. ആഹാ അന്തസ്. അവിടെ എത്തി നമ്മൾ സണ്ണെടുക്കണോ അതുപോലെ കടലെടുക്കണോ, സണ്ണെടുക്കണോ കടലെടുക്കണോ സണ്ണെടുക്കണോ. ഇത് തന്നെയായിരുന്നു പരിപാടി. വേറെ ഒന്നും ഇവിടെ എടുക്കാനില്ലല്ലോ. അതാണ് പ്രത്യേകത. അവിടെ നിന്ന് ഞാൻ എൻ്റെ കുറച്ച് ഷോട്ടൊക്കെ എടുത്ത് ഇങ്ങോട്ടും കുറച്ചൊക്കെ അങ്ങനെ നടന്ന് അവരവരെയൊക്കെ എടുത്ത് ഇതൊക്കെ തന്നെ പരിപാടി. വേറെ പരിപാടി ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ഹോസ്റ്റലൊക്കെ കൊള്ളാം. ഹോസ്റ്റലൊന്നും നമ്മൾ പൊരുത്തപ്പെടുന്ന മിഷ്യനാണല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. വാർഡനൊക്കെ ഓക്കെ. കാരണം എനിക്ക് PCOD ഉണ്ടെന്ന് പറഞ്ഞപ്പോ എണ്ണയൊന്നും കഴിക്കത്തില്ല എന്ന് പറഞ്ഞപ്പോ എൻ്റെ അടുക്ക ചോദിക്കുക പഴം മേടിക്കണോ, കുറച്ച് പഴമൊക്കെ മേടിച്ച് തരാമെന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ട് കുഴപ്പമൊന്നുമല്ല. വാർഡനൊക്കെ ഓക്കെ, റൂമും ഫുഡും എല്ലാം ഓക്കെ. പിന്നെ ഹോസ്റ്റലാണല്ലോ, എൻ്റെതായ കുറച്ച് വീട്ടിന്റെ ആ ഒരു, പക്ഷെ ഇവിടെ ഓക്കെയാണ്. ഇവിടെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് കേട്ടോ. എനിക്ക് ഓക്കെയാണ്. ഞാൻ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകും ഗൈസ്. പിന്നെ വീട്ടിൽ നിന്ന് മാറി നിൽക്കുന്ന പ്രശ്നവും വീട്ടിലെ കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തതിന്റെ പ്രശ്നവും അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ സെറ്റ് ആവും ഗായ്സ്. സെറ്റ് ഓടിപ്പിടിച്ച് ചാടിപ്പിടിച്ച് നടന്ന് ഞാൻ വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ഈടെ വന്നിട്ട് ഇങ്ങനെ അനങ്ങാപ്പാറ പോലെ റൂമിൽ ഇങ്ങനെ ഇരിക്കുന്ന അവസ്ഥ വളരെ ദയനീയമാണ്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. കുഴപ്പമില്ല, അയക്കാൻ. അത് ഞാൻ കുറച്ച് കുക്കിന് കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ ചിന്നു കാക്കയാണ്. കാരണം കൊക്കും കാക്കയും നമ്മളൊരു ബന്ധം ഉണ്ടല്ലോ, മറ്റേ കുളിയുടെ ബന്ധം. അത് തന്നെ എനിക്ക് ഈ കുക്കിനെ ഇടക്ക് ഇങ്ങനെ കാണുമ്പോൾ കാക്കേനെ ഓർമ്മ വരും. അതിൻ്റെ ഇടക്ക് അടുത്ത ചേട്ടന്മാർ വലിയ പട്ടിഷോ, ദാറ്റ്സ് നോട്ട് പട്ടിഷോയെ. കാരണം അവര് ഭയങ്കര എൻജോയ്മെന്റിലാണ്. അവര് ഭയങ്കര എന്താ പറയാ തലകുത്തി മരുന്ന് ഇതൊക്കെയോ കുണ്ടലിപ്പാണ്. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിൻ്റെ ഇടക്ക് ആടെ ഒരു കുപ്പിയുണ്ട്. ഞാൻ ആ കുപ്പീനെ തള്ളി മറിച്ചിട്ട് കടലിലോട്ട് ഒഴുക്കി വിടാനുള്ള പ്ലാനിങ് ആയിരുന്നു. പക്ഷെ ഞാൻ തള്ളിയിട്ട കുപ്പീനെ കടലിന് പോലും വേണ്ട. എന്തൊരു ദയനീയാവസ്ഥയാണ് നോക്കണേ. അങ്ങനെ അതിനിടക്ക് ആടെ 2 കപ്പിൾസ് എല്ലാം ഇരുന്ന് റീൽ എടുക്കുന്നത്. പിന്നെ നമ്മള് സന്ധ്യയായി, നമ്മൾ അവിടെ രാത്രി നമ്മൾ തിരിച്ചു പോകുന്നത്. അങ്ങനെ എല്ലാവരോടും ടാറ്റാ ബൈ, ഐ മീൻ കടലിനോട് ടാറ്റാ ബൈ എല്ലാം പറഞ്ഞ് നമ്മൾ ഹോസ്റ്റലിൽ എത്തി ഫുഡെല്ലാം കഴിച്ചു. അപ്പൊ ഇത്രയൊക്കെ ഉള്ളു ഗൈസ്. ഓക്കെ, ടാറ്റാ ബൈ.